ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ വാൾ സ്റ്റിക്കറുകൾ. അപ്പോൾ ഞാനത് ഈ ചുമരിലാണ് ഞാനത് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചെറിയൊരു മേക്ക് ഓവർ ഈ ചുമരിന്. കണ്ടോ, പഴയ കോലം ആകെ ചുമരൊക്കെ നാശമായി കിടക്കുകയാണ്. ഈ ബോർഡർ സ്റ്റിക്കർ ഞങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ആദ്യം ഇത് നമുക്ക് ചുമരിലൊന്ന് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. പക്ഷെ ഇതത്ര ഒട്ടണില്ല കേട്ടോ സംഭവം. ഞാൻ വിചാരിച്ച അത്ര പോരാ. ഇത് നമുക്കൊന്ന് അളവൊക്കെ എടുത്തിട്ട് കറക്റ്റാക്കിയിട്ട് ചുമരിലെ അളവെടുക്കണം. അതേപോലെ ഈ സ്റ്റിക്കറിൽ അളവെടുക്കണം. കറക്റ്റ് അളവ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനാവശ്യമായിട്ട് പേപ്പേഴ്സ് കളയേണ്ട ആവശ്യമില്ലല്ലോ, സ്റ്റിക്കർ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് അളന്ന് കറക്റ്റാക്കിയിട്ട് മുറിച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത്. ചുമരിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഫസ്റ്റൊന്നും എനിക്ക് ഒട്ടിക്കണത് അത്ര മനസ്സിലായില്ല, ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളതൊന്നും എനിക്കറിയായിട്ട് ആദ്യമൊക്കെ ഒരു ചുളിവൊക്കെ വന്നു. അതേ വീഡിയോയിൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സൂം ചെയ്ത് ചില ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ആദ്യം ഇങ്ങനെ ഒട്ടിച്ചപ്പോൾ വലിയൊരു ക്ലിയർ ഒന്നും ആയില്ല എനിക്ക്. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒട്ടിക്കണം, അപ്പോൾ എനിക്ക് അറിയണില്ല അതെങ്ങനെയാണ് ഒട്ടിക്കേണ്ടത് എന്നുള്ള രീതിയൊന്നും അറിയണില്ല. പിന്നെ എനിക്കത് മനസ്സിലായപ്പോൾ ആദ്യത്തെ 2-3 ഷീറ്റ് ഒന്ന് ചെറുതായിട്ട് പാളിയിട്ടുണ്ട്. കുഴപ്പമില്ല, വലിയതായിട്ടൊന്നും മനസ്സിലാവില്ല, എന്നാലും ചെറിയൊരു ചുളുക്കൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാനതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനതിങ്ങനെ ചെയ്ത് ഒരു 2 ഷീറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ. അപ്പം ഇത്ര പണിയുള്ളൂ സ്റ്റിക്കറിന്. ഫസ്റ്റ് ഇങ്ങനെ ഒട്ടിക്കണ ഭാഗം ആദ്യം ക്ലിയർ ആയി കിട്ടണം, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെ ചെയ്യേണ്ടത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ വൈപ്പറിൻ്റെ ATM കാർഡിൻ്റെ ഒന്നും ആവശ്യമില്ല, കാർഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ റിമൂവ് ആകുമ്പോൾ കറക്റ്റ് ഇങ്ങനെ വരും. നമ്മൾ തുണി കൊണ്ട് ശരിക്കും ചെയ്താൽ മതി. ഈ ATM കാർഡിൻ്റെ പ്രഹസനമൊക്കെ വെറുതെയാണ്. ഞാനതൊക്കെ ആക്കിയിട്ട് സത്യത്തിൽ പാളിയേക്കാണ്. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. നോക്കി അവിടെ നല്ല ചുളിവ് കണ്ടോ, ചുളിവായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇനിയിപ്പോൾ ശരിയാവൂലേ, പൈസയൊക്കെ പോയോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആകെ ടെൻഷനായിട്ടോ. പിന്നെ കുഴപ്പമൊന്നുമില്ല, പിന്നെ അടിപൊളിയായിട്ട് വന്നു. അപ്പം എനിക്ക് മനസ്സിലൊക്കെ ഒരു ആശ്വാസം കേട്ടോ. മേക്ക് ഓവർ കൊളാവോ, എന്നെ ചീത്ത അറിയോ, ഈ ചുമര് നാസാക്കി ചീത്ത അറിയോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ ചുമര് ആദ്യം കണ്ടില്ലേ, അപ്പോൾ ഒരുപാട് വൃത്തികേടായിട്ട് പെയിൻ്റ് അടിച്ചിരുന്നു കേട്ടോ. പെയിൻ്റ് അടിച്ചിട്ടാണ് പിന്നെ ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു പിന്നെ എന്തിനാ പെയിൻ്റ് അടിച്ചതെന്നൊക്കെ ചോദിച്ചു. പിന്നെ അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ എനിക്ക് സമാധാനമായി, കുഴപ്പമില്ല. ഞാൻ ആദ്യം സത്യമായിട്ട് എനിക്ക് നല്ല ചീത്ത കിട്ടുമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ തുണി കൊണ്ടൊക്കെ നല്ല ഇങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് തുണി കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒരതി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ബോർഡറിന് ഞാൻ കാണിച്ചു തന്നു, കണ്ടോ ഇത് ഞാൻ സ്റ്റിക്ക് ചെയ്തതൊക്കെ പിന്നെ രണ്ടാമത് പൊളിഞ്ഞിങ്ങനെ പോരൽ തുടങ്ങി. പിന്നെ ലാസ്റ്റ് ഇത് ഞാൻ ശരിയാക്കി കേട്ടോ. പിന്നെ ഈ സ്റ്റിക്കറിൻ്റെ ഇപ്പോൾ നമ്മൾ ചെയ്ത സ്റ്റിക്കറില്ലേ, ഈ സ്റ്റിക്കറിൻ്റെ മുകളിൽ തൊട്ടിച്ച് കഴിഞ്ഞപ്പം കുഴപ്പമില്ല. ഇപ്പോൾ ഇതുവരെ കുഴപ്പമില്ല. 2-3 ദിവസമായി ഞാനിത് ചെയ്തിട്ട് എന്നിട്ടാണ് വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതുവരെ കുഴപ്പമില്ല, അപ്പോൾ ഇതുവരെ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒട്ടിച്ചിങ്ങനെ ഇതായപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടിയപ്പോൾ സമാധാനമായി. ഇപ്പോൾ ഏകദേശം രാത്രി 12:30 മണിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്നറിയോ, ഈ സമയത്ത് നമ്മൾ ചെയ്യാൻ കാരണം ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരിങ്ങനെ ഡിസ്റ്റർബായിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം മോൻ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്തത്. വീഡിയോ എടുക്കലും സ്റ്റിക്കർ ഒട്ടിക്കലൊക്കെ പാടൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ പിന്നെ മോൻ ഉറങ്ങിയതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തത്. മോനും 2-3 ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവർ ഉറങ്ങട്ടെ വിചാരിച്ചിട്ടാണ് ചെയ്തത്. ഒട്ടിച്ച് വന്നപ്പോൾ അടിപൊളിയാണ്. ഇപ്പോൾ കണ്ടില്ലേ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചില്ലാറെ പെർഫെക്റ്റായി. പിന്നെ ഈ ഫാൻ, ഈ ഈ ചുമരിലുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഫാന് റെഡ് കളറാണ്. അപ്പം എന്തോ ഒരു ബോർ. ഇപ്പം ഇതിൻ്റെ പങ്ക മാറ്റുക എന്ന് പറയുന്നത് പ്രശ്നമല്ലേ. അപ്പോൾ ഞാൻ ഈ വൈറ്റ് സ്റ്റിക്കർ ഞങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ആ സ്റ്റിക്കർ ഒന്ന് ഒട്ടിച്ചിട്ട് അത്ര വലിയ പെർഫെക്ഷനൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനതിങ്ങനെ ഒട്ടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല.
ഞാൻ മീഷോന്ന് കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ആ ചുമരിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. നല്ല അടിപൊളി സാധനം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പൈസക്കുള്ള സാധനമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് വെക്കണ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ വിചാരിച്ചങ്ങോട്ടിലും ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഈ ചെടി നല്ല ഇഷ്ടമായിട്ട്, നല്ല സാധനം, നല്ല കാണാൻ നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇങ്ങനത്തെ 2 എണ്ണമാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്കിഷ്ടപ്പെട്ടത്. നല്ല രസമുണ്ടാവുമെന്ന് വെച്ചിട്ടുള്ള വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് ലെങ്ത്ത് കൂടുതലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ വെച്ച് നോക്കിയപ്പം ഭയങ്കര ലെങ്ത്ത് ഓവറില്ല പോലെ തോന്നി. അപ്പം കുട്ടികളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ പാസേജ് ആയതും കൊണ്ട് ഇങ്ങനെ അതിമ പറിച്ച് കളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തു, ഒരു പാകത്തിനാക്കിയിട്ട് മോനൊന്നും എത്താത്ത രൂപത്തിൽ ഞാനൊന്ന് പാകമാക്കി കൊടുത്തു. അപ്പോൾ വലിയ കുഴപ്പമില്ല, ഭംഗിയുണ്ട്. അങ്ങനെ ചെയ്തിട്ടും കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട് കാണാൻ. അടുത്ത സ്റ്റാൻഡ് ഞാൻ വേറെ സൈഡിൽ വെച്ചു കേട്ടോ. പക്ഷേ അലാമാണ് ഞാൻ വെച്ചത്. കുഴപ്പമില്ല, വലിയ മറ്റേൻ്റെ അത്ര ഭംഗി എനിക്ക് തോന്നിയില്ല.
പക്ഷേ ഞാനതവിടെ സ്റ്റിക്കർ ഒട്ടിച്ച് പോയില്ലേ വിചാരിച്ചിട്ട് അവിടെ വെച്ചതാണ്. കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഒപ്പം വേറെ എന്തെങ്കിലും വെക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ചെറിയൊരു ഫ്ലവർ പോട്ടിൽ വെച്ചു. ഇങ്ങനെ ചെറിയൊരു മണി പ്ലാന്റ് ഉണ്ടായിരുന്നു, അത് വെച്ച് നോക്കി. പക്ഷേ അത് അതിന്മേൽ നിൽക്കണില്ല, ചിരിഞ്ഞിങ്ങനെ പോവുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഒഴിവാക്കിയിട്ട് അലാം മാത്രം വെച്ചു കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഭംഗിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഈ മേക്ക് ഓവർ ചെയ്തതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.